ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് രാജ്കോട്ടിലാണ്. രാജ്കോട്ടിൽ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ രാജ്കോട്ടിലെ മെയിൻ മാർക്കറ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബാങ്ക്ഡി ബസാറിലേക്കാണ്. നമ്മളിപ്പം ജാംനഗറിൽ നിന്ന് രാജ്കോട്ടിൽ ബസ്സിൽ വന്ന് ഇനി ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബാങ്ക്ഡി ബസാർ. പിന്നെ ഒരു ധർമ്മേന്ദ്ര റോഡുണ്ട്. ഈ രണ്ട് സ്ഥലമാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബാങ്ക്ഡി ബസാർ. ഇവിടെ ഒരു യുദ്ധഭൂമിയാണ് കേട്ടോ. വാരി വാരി കൊടുക്കാൻ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉള്ള മാർക്കറ്റാണ്. രാജ്കോട്ടിൽ ഷോപ്പിങ്ങിന് വരുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് ഇതാണ്, ഗുണ്ടാവാടി മാർക്കറ്റ് കേട്ടോ. കപ്പ് സോസറു ഗുജറാത്തിൽ വളരെ കോമൺ ആണ് കേട്ടോ. ഇത് കുറഞ്ഞ പൈസ ഉള്ളതിനൊക്കെ 20 രൂപ വെച്ചാണ് ഇതിനുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ഈ ബാങ്ക്ഡി ബസാറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ മുഴുവൻ കടകളും അടച്ചു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഒരു 10 മണിയൊക്കെ ആവുന്ന തോന്നുന്നത്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുള്ളൂ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഈ കാബ ഗാന്ധിനെ ദേലോ എന്ന് പറയുന്ന ഒരു വീടിൻ്റെ അടുത്താണ്. അതായത് ഗാന്ധിജി കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന വീടാണ് എൻ്റെ പിന്നിൽ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന മാർക്കറ്റ് ഏകദേശം 10 മണിയാവും തുറക്കാൻ. അപ്പോൾ ഇനി നമുക്ക് സമയമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. രാമഭക്തനായിരുന്ന ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കാണിത്, ഹേ റാം എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല, ആർക്കും വന്ന് എപ്പോഴും കാണാം. പിന്നെ അവിടെ ഒരു ഗൈഡുണ്ട്, ഗൈഡ് പറഞ്ഞു തരും, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. 10 മണിയായപ്പോൾ മാർക്കറ്റ് ഏകദേശം ആക്റ്റീവായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വാമപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി നടക്കുകയാണ്. ഇവിടെ ജീൻസൊക്കെ 200 രൂപക്ക് കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഒന്ന് പോയി വെക്കാനുള്ള പരിപാടിയാണ് ഈ കടയിൽ. ഇവിടെ ഭയങ്കര ഒച്ചയും വിളിയാട്ടാ. ഇതൊക്കെയാണ് ഇവിടെ പമ്പിച്ച വില കുറവ് കാണുന്നുണ്ട് കേട്ടോ. 200 രൂപയാണ് ഈ പിന്നെ ഷർട്ടിന് പാൻറ്റിനൊക്കെ പറയുന്നത്. പിന്നെ ബാഗുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ കാണുന്ന ബാഗുകളൊക്കെ 250 രൂപയാണ് കേട്ടോ. പാൻറ്റും ഷർട്ടും ഏതായാലും 200 രൂപയാണ്. നമ്മളെ കൂടെയുള്ള മാഷ് പുള്ളി 2 വാങ്ങിച്ച് 2 ഷർട്ട് വാങ്ങിച്ച് ഒരു പാൻറ്റ് വാങ്ങിച്ച്. ഇവിടെ ഒരു യുദ്ധഭൂമിയാണ് കേട്ടോ. വാരി വാരി കൊടുക്കാൻ 500 റുപ്യാണല്ലോ. പെട്ടെന്ന് മാർക്കറ്റ് ഭയങ്കര ആക്റ്റീവായിട്ടാണ്. ഫുള്ള് സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ വന്നത് വാരി വാരി കൊടുക്കുന്ന എല്ലായിടത്തും. ചെരുപ്പുകളുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്. എന്തേലും ഈ മാർക്കറ്റിൻ്റെ പേര് മാർക്കറ്റ് പിന്നെ ബാങ്ക്ഡി ബസാർ. ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഗല്ലികളിലൊക്കെ ഇതുപോലെയുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഈ കച്ചവടം തുടങ്ങുന്നത്. इधर कुछ नहीं है सर, nothing to there. We have to go this side. ये तो मेन रोड पहुंच जाएगा. Maybe he said about that shop.
നമ്മൾ കുറേ നേരമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തപ്പി നടക്കുന്നത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഈ കടലമുട്ടായിൻ്റെ കടയാണിത്, ചിക്കി എന്ന് പറയുന്നത് കടലമുട്ടായിയൊക്കെ. ഇതെന്തോ ഒരു ഡെക്കറേഷനുള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ, അടിപൊളി. ഈ ഏരിയ മൊത്തം തന്നെയാണ് കേട്ടോ, ഡെക്കറേഷൻ്റെ സാധനങ്ങളാണ്. വാവ്, ഇവിടെ നല്ല രസമുണ്ട്. നമ്മൾ ഫുഡ് തിരഞ്ഞെടുന്ന അവസാനം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ എത്തി. ഇവിടെ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ആവറേജ് ഫുഡ് കിട്ടുന്നത്. ഇനി ഇവിടുന്ന് അടുത്തൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഗുണ്ടാവാടി എന്ന് പറഞ്ഞൊരു മാർക്കറ്റിലേക്കാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ തട്ടുകടകൾ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത മാർക്കറ്റ്, ഗുണ്ടാവാടി മാർക്കറ്റ് കേട്ടോ. അടിപൊളി മാർക്കറ്റാണ്. ഓർണമെൻറ്റ്സ്, പൂജാ സാധനങ്ങൾ, ഡ്രസ്സ്, ഒരുവിധം എല്ലാം ഉണ്ട്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉള്ള മാർക്കറ്റാണ്. വിലയൊക്കെ ഫിക്സഡ് ആണെന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും പറ്റില്ല. 250, 400 ട്രഡീഷണൽ ഡ്രസ്സാണ്, ഗുജറാത്തി സ്റ്റൈലാണ്. आप क्या बोलते हैं? ഗൂഡ് बोलते हैं ना, ഗൂഡ്. ഇത് ശർക്കരയാണ് കേട്ടോ, പല ഷേപ്പിലുള്ള ശർക്കരകൾ. ഗുജറാത്തിൽ ഗൂഡ് എന്നാണ് പറയുന്നത്. ഇത് ഫുള്ള് പപ്പടത്തിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ, പലതരം പപ്പടങ്ങളാണ് ഇതൊക്കെ. പച്ചക്കറിക്ക് ഇങ്ങനെ കൂട്ടം കൂടി വെച്ചിരിക്കുകയാണ്. 10 രൂപക്കാന്ന് തോന്നുന്നത് ഇതൊക്കെ. കെ ജി കിത്തന? के जी 240. ഓക്കെ, 240 രൂപയാണ് ഇതിന് കിലോന് പറഞ്ഞേട്ടാ. ഇത് അരി കൊണ്ട് ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു. പിന്നെ മസാല മിക്സഡാണ്. ഒരു തരം പപ്പടം. അപ്പോൾ നമ്മളെ സുഹൃത്ത് വാങ്ങുന്നുണ്ട്. ഇത് कितना मिला आपको? 120 120 ആണ്. ഹാഫ് കിലോ ആണ് വാങ്ങിക്കുന്നത്. 3.5 കിലോ. ഇത് നമ്മളെ സാധാ പപ്പടം പോലെയുള്ള ഇതാണ് കേട്ടോ. ഇതും സ്പൈസിയാണ്. ഇത് ഗംഭീര മാർക്കറ്റ് കേട്ടാ. ഒരു 5-6 മണിക്കൂർ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അധികം ഗുജറാത്തി സ്റ്റൈലാണ്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് പറ്റുന്ന സ്റ്റൈലല്ല. അപ്പോൾ രാജ്കോട്ടിൽ ഷോപ്പിങ്ങിന് വരുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് ഇതാണ്, ഗുണ്ടാവാടി മാർക്കറ്റ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ട്രഡീഷണൽ സ്റ്റൈലിലാണ്, പഴയ പോലെ ഒരു നമ്മൾ ഇവിടെ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്.
ഫ്രൂട്ട്സ് കൂടാതെ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഡ്രസ്സുണ്ട്, ചെറിയ ചെറിയ ഐറ്റംസാണ്, വളകൾ. ചെരുപ്പ്, പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഗുജറാത്തിലെ ബേക്കറി കച്ചവടം ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഇവർ നംകീൻ എന്നാണ് ഇതിനെ പറയുന്നത്. പലതരം പൊരിച്ച സാധനങ്ങൾ. ഇത് ഫുള്ള് മുക്കുവാസ് എന്നറിയും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുന്ന എന്തല്ല ജീരകം പോലെയുള്ള അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് ഫുള്ള്. ഇങ്ങനത്തെ കപ്പ് സോസറും ഗുജറാത്തിൽ വളരെ കോമൺ ആണ് കേട്ടോ. ഇത് കുറഞ്ഞ പൈസ ഉള്ളൂ ഇതിനൊക്കെ, 20 രൂപയ്ക്കാണ് ഇതിനുള്ളത്. ये कितने हैं भाई? 20 रुपया? 90 रुपये 6 पीस. 90 രൂപക്ക് 6 പീസ്. ഒരു സെറ്റ് 90 രൂപ, 60 രൂപ, 6 പീസ് ഉണ്ടാവും. ഇത് 200 രൂപയാണ് കേട്ടോ. ഇത് മാക്സിയാണ് ഈ വിൽക്കുന്നത്. ഇത് സാരിയാണ് കേട്ടോ. 250 രൂപയാണ് സാരി വിത്ത് ബ്ലൗസ്. ഭയങ്കര കളർഫുള്ളാണ്. ഇത് ഗുജറാത്തി സ്റ്റൈലാണ്, നമ്മുടെ ആൾക്കാർക്ക് പറ്റുന്ന സ്റ്റൈലല്ല. दुकान आ गया, दुकान आ गया. नाम बोलिए आपका, नाम बोलिए, नाम बोलिए आपका. नहीं बोलेंगे. പുള്ളിക്ക് കുറവായിട്ടാ. പുള്ളി ക്യാമറ കണ്ടിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി പുള്ളിക്ക്. ഈ ചന്ദനത്തിരി കണ്ട വെറും 50 രൂപയുള്ള ഒരു പാക്കറ്റിന് ഇത്രയും ചന്ദനത്തിരി ഉണ്ട്. ഇത്രയും ചന്ദനത്തിരിയുണ്ട് ഇതിന്. ഇതിൽ നല്ല സ്മെല്ലൊക്കെ ഉള്ള ഇത് നല്ലൊരു സംഭവമാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും ഞാനിതൊന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. ചന്ദനത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ 50 രൂപയ്ക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞപ്പോഴേ ഒരു കൗതുകം. 100 രൂപൻ്റെ സാരിയാണ് കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ. ഈ എഴുതിക്കണേ 100 രൂപയാണ്. ഇത് 150 രൂപയാണ് ഈ എഴുതിയിരുന്ന സാരിയൊക്കെ. നമ്മളെ സുഹൃത്ത് നല്ല ഷോപ്പിംഗ് ആണ് കേട്ടോ. പുള്ളി കണ്ടില്ല, എല്ലായിടത്തും പോയി എല്ലാ സാധനവും വാങ്ങിക്കുന്നുണ്ട്. അവരെ നാട്ടിൽ ഇതൊക്കെ ഓടും. നമ്മളെ നാട്ടിൽ ഈ സാരി ഒന്നും എടുക്കാൻ പറ്റില്ല ആർക്കും. ये कितने है सर? ये 500 वाली है. 500 वाली फिक्स रेट पे बैठे, पर उसको मैंने आपको थोड़ा कम कर दिया. यहाँ का तो 450 कर दिया. बोल रहे 2 तो 400. 100 रुपए कर दिए. इससे नीचे പുള്ളി പുള്ളി ഇത് പേശി 400 മേലെ ഒപ്പിച്ചിട്ടുണ്ട് ഒരു സാരി. ഇത് പാക്കറ്റ് കുഴപ്പമില്ലാത്ത സാരിയാണ്. ഫുള്ള് ചുരിദാറുകൾ, പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഇത് കണ്ടില്ല, ഈ കമ്മലുകളാണ്. ഈ സാധനം കണ്ട നമ്മൾ അരിപ്പ് പോലത്തെ സാധനം. ഇത് കർവാചൗത്ത് എന്നറിയാം. അതായത് ഭർത്താവിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഒരു നോമ്പെടുക്കും. അപ്പോൾ ഇതിലൂടെ ചന്ദ്രനെ കാണാനുള്ള സാധനമാണിത്. ഈ സോഫ കവറാണ് ഈ വെക്കുന്നത്. 650 രൂപ. 150 रुपया पीस वाली आइटम है. ये बाहर वाला कौन सा है? 10 पीस है. ये बाहर है. हाँ, ये अंदर है ये ना. आप ऐसे भी बिछा सकते हो ना, दोनों साइड चलता है. ये रिवर्स शुरू है ना.
കുട്ടികളുടെ ഡ്രസ്സാണ്. हम ड्रेस ले लेते പെൺകുട്ടികളെ ജീൻസിനൊക്കെ ഇവിടെ 600 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ജീൻസ് ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ പുതിയ മോഡൽ ജീൻസൊക്കെ 600 രൂപയാണ്. ഇപ്പോൾ ഞാൻ 600 രൂപയ്ക്ക് ഒന്ന് മേടിച്ചു എൻ്റെ മോൾക്ക്. ഞാൻ ഒരു കോമഡി കാണിച്ചു തരാം കേട്ടാ. ഇതെന്താ എന്താണ് ലൂയിസ് ഫിലിപ്പിൻ്റെ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ കൂടി മകനാണിത്, പീറ്റർ ഫിലിപ്പ്. കല്യാണത്തിനുള്ള പാർട്ടി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ അടിപൊളി സാധനങ്ങൾ. അടിപൊളി കളക്ഷനാട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഒമ്പിച്ച റേറ്റ് ആയിരിക്കും, 10,000 ഒക്കെ മുകളിലായിരിക്കും. ഈ ഏരിയ മൊത്തം ഫുള്ള് ഇങ്ങനത്തെ തന്നെ കേട്ടോ, കല്യാണത്തിൻ്റെ സാധനങ്ങളാണ്. ആൾക്കാർ കൈകൊണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയ പൂര ഐസ. പെൺകുട്ടികളെ ജീൻസാണ് ഈ വെക്കുന്നത്. 350 രൂപയാണ് പുള്ളി പറയുന്നത്. ഫാഷൻ ഒത്തു കിട്ടുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൂസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇവിടെ എപ്പോഴും ടൈറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ജീൻസ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്, രാജ്കോട്ടിൽ നിന്ന് ജാംനഗറിലേക്ക് തിരിച്ചു പോവാണ്. ഏകദേശമൊക്കെ വാങ്ങി. ഇനി ചുരിദാറാണ് വാങ്ങാണ്ടായിരുന്നത്, അത് ഒരു ശരിയായി കിട്ടിയിട്ടില്ല അല്ലേ. മണി ഫിനിഷ്ഡ്. പൈസയും കഴിഞ്ഞു പോയിട്ടാ, അതുകൊണ്ടാണ്. അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു ബാഗ് ഞാൻ, ഒരു ബാഗ് ഉള്ളി ബാഗിൽ ഇവിടെ ഉണ്ട്, എൻ്റെ ബാഗിലുണ്ട്. ഡ്രസ് ഐറ്റംസാണ് അധികം വാങ്ങിച്ചിട്ടുള്ളത്. വാവ്, അപ്പോൾ ലേഡീസ് ബാഗ് ഇവിടെ ഉണ്ട്. അത് ഒന്ന് ഞാൻ വാങ്ങിച്ചിരുന്ന ഒരു 250 രൂപക്ക്, 230 രൂപക്ക് ഈ കടയിൽ നിന്ന്. അപ്പോൾ ഒന്നുകൂടി വാങ്ങണം അതുപോലത്തത്. അത് മാത്രമേ ഇനിയിപ്പോൾ വാങ്ങാനുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം പർച്ചേസ് ചെയ്ത്. സാർ സഞ്ജയ് സാർ, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി തിരിച്ച് രാജ്കോട്ടിൽ നിന്ന് ജാംനഗറിലേക്ക് തിരിച്ചു പോകുക. ഒരു ബാഗ് കൂടി വാങ്ങിക്കാൻ നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഇതാണ് ഗുജറാത്തിലെ സാധാരണ നമ്മൾ കഴിക്കാറുള്ള ലഞ്ച്, താലി എന്ന് പറയുന്നത് കേട്ടോ. റൈസ് ഉണ്ട്, റൊട്ടി ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ സബ്ജി 2-3 സബ്ജി ഉണ്ടാവും, തൈര്, മോരുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. എത്ര റുപ്യാന്നറിയില്ല, ഏകദേശം ഒരു 100-150 റുപ്യ ആയിരിക്കും. താലി കിത്തന ഭായ്? 90. 90 റുപ്യ ഉള്ളൂ. അപ്പോൾ ലാഭമാണ്.